ഐശ്വര്യത്തിലാണേ. വെൽക്കം ബാക്ക് ടു മാമയാസ് ഫുഡ് ആൻഡ് ട്രാവൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുഡ് ആൻഡ് ട്രാവൽ എന്ന് കൊടുത്തിട്ട് ഫുഡ് മാത്രമാണല്ലോ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പരാതി ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു കൊച്ചു ട്രാവൽ, ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞങ്ങളുള്ളത് ഉമ്മയുടെ ഏളാമ്മൻ്റെ വീട്ടിലാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. ഇന്നലെ രാത്രിയത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ക്ഷീണമായതുകൊണ്ട് പെട്ടെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ഇന്നലെ ഞങ്ങൾ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൽ പോയി വന്ന് ഇവിടെ തങ്ങാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തു. ഇന്നിതിപ്പം മോർണിംഗ് ആണ്. മോർണിംഗിലൂടെ ഇവിടെയൊക്കെ കാണാം, നല്ല രസമുണ്ട്. അപ്പോൾ ഇയാൾ സൈക്കിൾ ഓടിക്കുന്നതിനുള്ള പരിപാടിയാണ്. ഞാൻ അത്യാവശ്യം നല്ലോണം സൈക്കിൾ ഓടിക്കുന്നുണ്ട് ഇപ്പോൾ, പക്ഷെ ആമി ഇപ്പോഴും തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ പൂക്കളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ കുറേ പൂക്കളുണ്ട്. അധികം പൂക്കളുടെ പേരൊന്നും എനിക്കറിയില്ല. ആകെ 2-3 പൂക്കളുടെ പേരറിയാം. ജമന്തി, ചെട്ടി, മുല്ല, അങ്ങനെ കുറച്ച് പൂക്കളുടെ പേര്. അപ്പോൾ എനിക്കെന്തായാലും പേരറിയാത്തതിനെ കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ മ്യൂസിക് ഇടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ മ്യൂസിക് കേട്ടുകൊണ്ട് ഈ പൂക്കളെല്ലാം ആസ്വദിച്ചോളൂ. ഇഷ്ടപ്പെട്ടോ? എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ജമന്തി പൂവാണ് കേട്ടോ. എന്ത് ഭംഗിയാണത് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് പഴങ്ങളുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ആദ്യം അത് കഴിക്കാം, എന്നിട്ട് ബാക്കി. ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് ഫ്രൈ, മത്തി വറ്റിച്ചൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടെ. എന്തായാലും ഒന്ന് പോയി നോക്കാം. ചൂടോടെ തന്നെ തിന്നുക, അല്ലെങ്കിൽ ടേസ്റ്റ് കുറയും. ആഹാ, ഓഹോ, ദാണ്ടെ കിടക്കുന്ന നല്ല അടിപൊളി കിടുക്കാച്ചി കിക്കലാച്ചി കിലുക്കിലാച്ചി ബീഫ് ഫ്രൈ. എന്താല്ലേ, അപ്പുറത്തെ ചട്ടിയില് നല്ല അടിപൊളി മത്തിക്കറി വറ്റിച്ചതും ഉണ്ട് കേട്ടോ. ഇത് പുട്ടും കൂട്ടിട്ട് പിടുത്തം പിടിക്കണം. ഐഷ്, എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായി. കുഷ്കലാച്ചി കിഷ്കലാച്ചി, ഇനി തിന്നലാച്ചി, എന്നിട്ട് ബാക്കിയാച്ചി. അങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും കാഴ്ചകളിലേക്ക് മടങ്ങുകയാണ്. എൻ്റെ പൊന്നോ, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, പഴമുണ്ട്, ചിക്കുണ്ട്, സീതാപ്പഴുണ്ട്, അങ്ങനെ അങ്ങനെ കുറേ ചെടികളും മരങ്ങളും. സപ്പോട്ട കുട്ടന്മാരൊക്കെ മൂത്ത് സുയിച്ചങ്ങനെ ഇരിക്കാൻ കേട്ടോ. എന്തായാലും മൂത്തതൊക്കെ പറിക്കാന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇന്ന് അതങ്ങോട്ട് പറിക്കല്ലേ. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചതാ. മൊഞ്ചുള്ള മരത്തുമ്മള് മൊഞ്ച് വിതറി നിൽക്കുന്ന ഇരുമ്പിപ്പുളി.
ചില ആൾക്കാർ ഇരുമ്പം പുളിന്ന് വിളിക്കൂ, പിന്നെ അങ്ങനെ അങ്ങനെ കുറേ പേര് വിളിക്കൂട്ടോ. ഉമ്മക്ക് ഇതൊന്നും അറിയില്ല എന്താ അല്ലേ. ദാ ഇവിടെ ഒരാള് സപ്പോട്ട പറിക്കാനും തുടങ്ങിട്ടോ. പഠിച്ചോനെ അതിൻ്റെ ഇത് കൊടുത്തോ, വല്ലാതെ ചതിയായിപ്പോയി. അപ്പൊ ഗീസ് നമ്മൾ ഇതാ സീതാപ്പഴം പറിക്കാൻ വേണ്ടി ലേഡറിന്റെ മുകളിലേക്ക് കയറുകയാണ്. പറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ കിട്ടുന്നില്ല. അങ്ങനെ ഇതാ തോച്ചിറങ്ങുകയാണ്. കളിയാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മൾ പരാജയപ്പെടൂല. ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പരാജയങ്ങൾ വിജയത്തിന്റെ മുന്നോടിയാണ്. ഇതാ കണ്ടില്ലേ, പറഞ്ഞു തീർന്നിട്ടില്ല, 100 ആഴ്ച. അങ്ങനെ സീതാപ്പഴം പറിക്കലൊക്കെ പപ്പ നടത്തുന്നുണ്ട്. നല്ല ചുവപ്പൻ ചുങ്കളാച്ചി സീതാപ്പഴം. ഞങ്ങൾ ഇതിനെ ഡൈനാപ്പഴം എന്നാണ് കേട്ടോ പറയാ. നിങ്ങളുടെ നാട്ടില് ഇതിന് എന്താണ് പറയാന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അങ്ങനെ സീതാപ്പഴം താഴെയെത്തി, സപ്പോട്ട താഴെയെത്തി. ഇനി നമുക്ക് കുറച്ച് ഊഞ്ഞാലാടാം. ഇവിടെ ഹാമി സർക്കസിലേക്കുള്ള പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. മറുഭാഗത്ത് ഞങ്ങൾ ഇതാ ഗോപിചന്ദും സിന്ധുവും ആവാനുള്ള പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും ഒരു ചായ കുടിക്കേണ്ട ആവശ്യമുണ്ട്. 11 മണിയായി, ഒരു ഹോർലിക്സ് കുടിച്ചു വരാം. കൊയിലപ്പമുണ്ട്, മിക്സ്ചറുണ്ട്, ആന്ധ്ര നെയ്യപ്പമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഉച്ചക്കേക്കുള്ള സംഭവമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കോഴി ബിരിയാണിയാണെന്നാണ് തോന്നുന്നത്. കോഴി പൊരിച്ച് വെക്കുന്ന തലശ്ശേരി ബിരിയാണിയുടെ മൊഞ്ചും രുചിയും ഒന്ന് വേറെ തന്നെ. അങ്ങനെ ഒന്നരായിട്ടോ ഞാളിതാ ചോറുമായി ഇരിക്കുകയും ചെയ്ത്. ബാക്ക് ടു ബാക്ക് ഫുഡാ, ഒന്നും പറയണ്ട. ഇതാണ് നെയ്മീനച്ചാൻ. കൂട്ടി നോക്കിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പൊരിച്ച കോഴിയോടുള്ള ബിരിയാണിയുടെ കൂടെ ചമ്മന്തി, അച്ചാറും തൈരും എല്ലാം കൂടി ആയപ്പോ പൊളിച്ചു. വൈകുന്നേരമായി നമ്മൾ പോകാൻ പോവുകയാണ്, യാത്ര പറയാൻ പോവുകയാണ്. നല്ലൊരു ദിവസം സമ്പാദിച്ച് ഞങ്ങളെ ഹൃദയം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്റത് മാത്രല്ല ആമിന്റെ ഉണ്ട്. അപ്പോ ഇന്നത്തെ ഹോം ടൂർ വീഡിയോ താൽക്കാലികമായി അവസാനിക്കുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ബൈ.